ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തേനാക് ആണ്ടുവട്ടത്തിലെ 15-ാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 11-ാം അധ്യായം 1-ാം വാക്യം വരെ. സമാധാനമല്ല ഭിന്നതയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്ന ഒരു ഭാഗവും തൻ്റെ ശിഷ്യന്മാരായി ജീവിക്കുന്നവർക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള രണ്ടാമതൊരു ഭാഗവും ചേർന്ന് രണ്ട് കാര്യങ്ങൾ ചേരുന്നതാണ് ഈ ഭാഗം, ഈ സുവിശേഷഭാഗം എന്ന് പറയപ്പെടുന്നത്. നമ്മളിങ്ങനെ ആദ്യത്തെ ആ ഭാഗം, ഈ ഭിന്നതയെക്കുറിച്ചുള്ളൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുകൊണ്ട് ആ ഭാഗം നമുക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനായി സ്വീകരിക്കുന്നവന് എന്ന നിലയിൽ സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കും. അതായത് നമ്മളെ ഒരാള് ദൈവം നിയോഗിച്ച് തിരുത്താനായി കടന്നു വരികയാണ്. നമ്മുടെ മുമ്പിൽ അയാൾ പ്രവാചകനാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നീതി നടപ്പിലാക്കാൻ വേണ്ടി, നീതി നിഷ്ഠയുള്ളവരാക്കി നമ്മളെ മാറ്റാൻ വേണ്ടി ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ്. സ്വാഭാവികമായും അയാളൊരു നീതിമാനായിരിക്കണം, അല്ലെങ്കിൽ അയാളൊരു പ്രവാചകനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അയാൾ അതിശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അയാളെ നമ്മൾ ദൈവം അയച്ച ഒരാളെന്ന രീതിയിൽ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയാണ് എങ്കിൽ അങ്ങനെ സ്വീകരിക്കുന്നതിനർത്ഥം നമ്മൾ നീതിമാനായി എന്നുള്ളതാണ്. ആ നീതിമാൻ എൻ്റെ ജീവിതത്തിലേക്ക് നീതിയുടെ പാഠങ്ങളുമായി ഇടപെടുന്നു. ആ പ്രവാചകനായ രീതിയിൽ ഇടപെടുന്ന ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അയാളെ ഞാൻ സസന്തോഷം സ്നേഹത്തോടു കൂടി സ്വീകരിക്കാൻ മനസ്സ് കാണിച്ചാൽ അതിനർത്ഥം ഞാനും നീതിമാനായി, ഞാനും പ്രവാചകനായി എന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീതിമാനായി സ്വീകരിക്കുന്നത് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. കാരണം അയാൾ നീതിമാനാണ്, അയാളുടെ ഇടപെടൽ നീതിയുടെ കാര്യത്തെക്കുറിച്ചാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് ഞാൻ അയാളെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാനും ആ നീതി നടപ്പിലാക്കി കഴിഞ്ഞു, ഞാൻ നീതിമാനായി. ഇതേ രീതിയിൽ തന്നെയാണ് 42-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം നഷ്ടപ്പെടുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രതിഫലം ലഭിക്കാതിരിക്കയില്ലെന്ന് നിശ്ചയമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു പാത്രം പച്ചവെള്ളം, അങ്ങനെ പറയുന്നു, ഒരു പാത്രം പച്ചവെള്ളം, ഒരു കപ്പ് ഓഫ് കോൾഡ് വാട്ടർ, ഒരു കോപ്പ തണുത്ത വെള്ളം, പച്ചവെള്ളം, തിളപ്പിച്ചിട്ട് പോലും ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. വെറുതെ എടുത്തു കൊടുക്കുന്നു. സത്യത്തിൽ എന്തിനാണ് ഈ പച്ചവെള്ളം കൊണ്ട് പ്രതിഫലം നേടാൻ സാധിക്കുന്ന ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്? അതായത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരാൾ ദൈവത്തിൻ്റെ, ഈശോ അയച്ച ഒരാളാണ്, യേശുവിൻ്റെ ശിഷ്യനാണ് എന്ന ബോധ്യത്തിൽ നമുക്ക് വലിയ സമൃദ്ധി ഒന്നും ഉണ്ടാകാൻ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ആകപ്പാടുള്ള ഏറ്റവും നിസ്സാരമായ കാര്യമാണ് ഈ പച്ചവെള്ളം എന്നൊക്കെ പറയുന്നത്. ഒരു ചായ തിളപ്പിച്ച് കൊടുത്തിട്ടില്ല, ഒരു കോപ്പ സൂപ്പ് കൊടുത്തിട്ടില്ല, ഊണ് കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. ഒരു പാത്രം പച്ചവെള്ളം എടുത്ത് കുടിക്കുക. അങ്ങനെ കൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ അതിന് ഒരു മറുവശമുണ്ട്. അതായത് ആ മുമ്പിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പച്ചവെള്ളം നിസ്സാര കാര്യമല്ല. ദാഹിച്ച് വലഞ്ഞ് വന്ന് മുൻപിൽ നിൽക്കുന്നവന് പച്ചവെള്ളത്തിന് അമൃതിൻ്റെ വിലയുണ്ട്, അതിന് വലിയ വിലയുണ്ട്, മൂല്യമുണ്ട്. അവന് അത്രയും മൂല്യമുള്ള ഒരു കരുണ നിനക്ക് നിസ്സാരമായിരിക്കാം. പക്ഷെ നീ അത് പങ്കുവയ്ക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ നീ സ്വീകരിക്കാൻ പോകുന്ന പ്രതിഫലം അവന് കിട്ടുന്ന പ്രതിഫലം തന്നെയായിരിക്കും. അതാണ് പറയുന്നത്, ഈ ചെറിയവരിലൊരുവൻ ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം പച്ചവെള്ളമെങ്കിലും കൊടുക്കുന്നുവെങ്കിൽ പ്രതിഫലം നഷ്ടപ്പെടുകയില്ല, നിനക്ക് പ്രതിഫലം കിട്ടും. അവന് കിട്ടുന്ന പോലെ തന്നെ പ്രതിഫലം നിനക്ക് കിട്ടും എന്നാണ് ഓർപ്പിക്കുന്നത്. അപ്പൊ ഈ പ്രവാചകനെ കുറിച്ചും നീതിമാനെ കുറിച്ചും ഒരു പാത്രം പച്ചവെള്ളം കൊടുക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്ന, പ്രവാചകനെ സ്വീകരിക്കുന്നതിനെ കുറിച്ചും നീതിമാനെ സ്വീകരിക്കുന്നതിനെ കുറിച്ചും, ശിഷ്യൻ എന്ന രീതിയിൽ ഒരാളെ സ്വീകരിച്ചൊരു ഒരു പാത്രം പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുന്നതിനും ഒക്കെ കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ജീവിതം നവീകരിച്ചു എന്ന് തന്നെ. അതായത് എനിക്ക് ഏറ്റവും നിസ്സാരം, എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും നിസ്സാരമാണ് ഒരു പാത്രം പച്ചവെള്ളം. പക്ഷേ അത് അത്യാവശ്യക്കാരനെ മനസ്സിലാക്കി അവന് നേരെ അത് വെച്ച് നീട്ടുന്നു, അവന് ഞാനത് കൊടുക്കുന്നു. അപ്പോൾ ഞാനും ക്രിസ്തു ശിഷ്യനായി മാറി ഓട്ടോമാറ്റിക്കലി.
അവൻ ക്രിസ്തുശിഷ്യനായിരിക്കുമ്പോൾ ഞാൻ ക്രിസ്തുശിഷ്യനായി മാറി. അപ്പോൾ തീർച്ചയായും എനിക്ക് ആ പ്രതിഫലം ലഭിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ദൈവിക ഇടപെടലുകളെയും ദൈവിക ഇടപെടലുകളുമായി കടന്നു വരുന്ന വ്യക്തികളെയും അവരുടെ നിർദ്ദേശങ്ങളെയും സ്നേഹത്തോടുകൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, സ്വീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മളും ക്രിസ്തു ശിഷ്യനായി മാറുന്നത്. ഇതാണ് വ്യക്തമായും ഈ സുവിശേഷ ഭാഗത്ത് പഠിപ്പിക്കുന്നത്. നീതിമാനെ സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം, പ്രവാചകനെ സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. യേശുവിന്റെ ശിഷ്യനെന്ന് ബോധ്യപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ നിസ്സാരമായ പച്ചവെള്ളമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം വളരെ വലുതായിരിക്കും എന്ന് ഈശോ ഉറപ്പ് നൽകുന്ന ആ പ്രതിഫലം നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.